നേന്ത്രപ്പഴമൊക്കെ ഇതുപോലെ നന്നായി പഴുത്ത് കറുത്ത് പോയാൽ നമ്മളെന്താ ചെയ്യുക, വേഗം എടുത്ത് പഴംപൊരി ഉണ്ടാക്കും അല്ലേ. ഇനി അതൊന്നും വേണ്ട, വളരെ ഹെൽത്തിയായ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതായത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. നെയ്യാണ് ഒഴിക്കേണ്ടത്, പക്ഷേ ഇവിടെ എൻ്റെ മാഷ്ക്ക് നെയ്യ് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് വഴറ്റിയത്. പിന്നെ അതിലേക്ക് ആ പഴവും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റി ഉടച്ചെടുക്കുന്നുണ്ട്. പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കുക. വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെയ്താൽ മതി. പിന്നെ ഒരു 2.5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് കലക്കിയെടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് മുറുക്കത്തിലതേ കലക്കുന്നത്. വെള്ളപ്പാവിന് ചൂടിലുകൊണ്ടാണ് ഞാൻ ആദ്യം പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മുടെ ആ പഴവും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് ലൂസായിട്ട് വേണ്ട. കുറച്ച് ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാകത്തിൽ കുറച്ച് ടൈറ്റായിട്ട് ഇലയിൽ പരത്തി അടിയായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് കേക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ ചേർത്ത് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഒന്ന് കുറച്ച് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. മുന്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് മേലെ അലങ്കരിക്കാൻ എടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടു. ഈ ഭാഗത്ത് കലക്കി വെക്കുക. പിന്നെ ഒരു പ്ലേറ്റിലോ കേക്ക് ട്രേയിലോ ഓയിൽ പുരട്ടി അതിനകത്തേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നു. മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ആവി വിറ്റുന്നതായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഇലയും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-20 മിനിറ്റിലധികം എടുത്തിന് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിച്ച നല്ലൊരു ചായക്കടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക് യു.